നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉപ്പ് നമ്മുടെ ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ് ബാലൻസിങ്ങിനെ സഹായിക്കുന്നു. സോഡിയം അതുപോലെ തന്നെയുള്ള മറ്റ് ഇലക്ട്രോലൈറ്റുകൾ നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോഴത്തേക്കിന് തന്നെ നമ്മുടെ ശരീരത്തിലെ മസിൽ ക്രാമ്പ്, അതുപോലെ തന്നെ തളർച്ച, തലവേദന മുതലായ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിലുണ്ടാവും. മറ്റൊരു വളരെ ഇമ്പോർട്ടൻറ്റ് സോഡിയത്തിൻ്റെ ഫംഗ്ഷനാണ് ബ്രെയിൻ ആൻഡ് നെർവ് ഫംഗ്ഷൻ. കാരണം ഇത് ന്യൂറോൺസ് തമ്മിലുള്ള ആക്ടിവേഷനെ സഹായിക്കുന്നു. ഏറ്റവും അവസാനമായി നമ്മൾ ഫിസിക്കൽ പെർഫോമൻസ് നോക്കുന്നുണ്ട്. നമ്മുടെ സോഡിയം ആണ് നമ്മുടെ ബ്ലഡ് വോളിയം അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറും മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത്. നമ്മൾ അത്ലറ്റിക് പെർഫോമൻസിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കിന് എല്ലാ അത്ലീറ്റ്സിനും ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് സോഡിയം. ബിക്കോസ് അത് അവരുടെ കാർഡിയോ വാസ്കുലർ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. അത്ലീറ്റ്സിന് ഒരു ടിപ്പാണ്, എല്ലാ അത്ലീറ്റ്സും അവരവർ രാവിലെ ഏർലി മോർണിംഗിൽ എഴുന്നേൽക്കുമ്പോൾ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ലൈക്ക് ജസ്റ്റ് 1 gram ഓഫ് സോൾട്ട് അവരുടെ നാക്കിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ബോഡിയിലെ സ്റ്റിഫ്നെസ്, അതുപോലെ തന്നെ മൂഡ് എൻഹാൻസ്മെൻറ്റ്, അതുപോലെ തന്നെ അവരുടെ ബോഡിയും ബ്രെയിൻ സെൽസിനും റീഹൈഡ്രേറ്റ് ചെയ്യാനും ഇത് സഹായിക്കും. നെക്സ്റ്റ് നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഹെൽത്തി ആഡൽറ്റിന് ഒരു ദിവസം കഴിക്കേണ്ടിയ സോൾട്ടിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 5 gram അല്ലെന്നുണ്ടെങ്കിൽ 1 tablespoon ആണ്. അതേസമയം ഹൈപ്പർ ടെൻഷനും ഹൈ BP ഉള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന സോൾട്ടിൻ്റെ അല്ലെങ്കിൽ ഉപ്പിൻ്റെ അളവെന്ന് പറയുന്നത് 2.5 grams ആണ്. അതുകൊണ്ട് ഉപ്പ് നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അത്യാവശ്യ ന്യൂട്രിയൻ്റ് തന്നെയാണ്.